ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പോയി, കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി, ഇപ്പോൾ ചൂടിൽ നിന്നും തണുപ്പിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടൊക്കെ നല്ലപോലെ തന്നെ കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വെറ്ററൊക്കെ വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ സ്വെറ്ററൊക്കെ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂട്ടി ചേട്ടനാണ്. ചേട്ടനോട് ബുൾസായും പിന്നെ എന്തുണ്ടാക്കണ ബ്രെഡ്. ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബുൾസായും ബ്രെഡ് വിത്ത് ബുൾസായി. അപ്പോൾ ഇന്ന് ചേട്ടൻ എന്താ ബുൾസായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആണോ? അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നന്നായി കുക്കായി കിട്ടണം. അഞ്ചുനങ്ങനെ അത് കുഴപ്പമില്ല, അതൊക്കെ ഒരു പുതിയ മെത്തേഡാണ്. എനിക്കിവിടെ പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട്. പിന്നെ ഇനി ഞങ്ങൾക്കൊന്ന് കടയിലൊക്കെ ഒന്ന് പോകണം. ഞങ്ങൾക്കിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം കടയിൽ പോകാനായിട്ട്. ഇന്ന് സൺഡേ ആണ്. കുർബാനയ്ക്കൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പോൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ കടയിൽ പോയി കിച്ചൺ ഐറ്റംസ് എല്ലാം വാങ്ങിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ പോയില്ലായിരുന്നു ഞാൻ. അപ്പോൾ ഈ ആഴ്ചത്തേക്ക് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയില്ല. ഇനി പിന്നെ എന്തായാലും പോകണം. അപ്പോൾ ചെയ്യേണ്ട കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമുക്ക് ചെടി വാങ്ങിക്കുന്ന സ്ഥലത്തേക്കും കൂടെ ഒന്ന് പോകണം. അവിടെ നിന്ന് ഇത്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ട്. ഒരുപാടൊന്നുമില്ല, ഇത്തിരി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാനുണ്ട്. പിന്നെ എൻ്റെ ചുരിദാർ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് കടയിൽ കൊടുക്കണം. ശരിയാക്കാൻ മീൻസ് ഒന്ന് ലൂസാക്കാനൊക്കെ ആയിട്ട് കടയിലൊക്കെ കൊടുക്കണം. ചിലത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷ്രിങ്കായി എന്താ പറയുക ചുരുങ്ങിപ്പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് ലൂസാക്കിക്കണം. അപ്പം അങ്ങനത്തെ ഇത്തിരി വർക്കുകൾക്കൊക്കെ ആയിട്ട് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾക്കപ്പോഴേക്കും തേങ്ങ എത്ര കിട്ടിക്കണം? 5 എണ്ണം. ഇത് തേങ്ങ, ഒരു തേങ്ങയ്ക്ക് 48 രൂപ. ഒരു ചാക്കേ കൊണ്ടുവന്നുള്ളൂ. ഗോരഖ്പൂരിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാക്ക് തേങ്ങ ഇവിടേക്ക് ഞങ്ങളുടെ കോട്ടേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്നപ്പോൾ നമുക്കിത് അങ്ങനെ 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തേങ്ങയ്ക്ക് നമുക്ക് കേരളത്തിലത്തെ വില എത്രയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് 48 രൂപയ്ക്ക് വരണം. പക്ഷെ നല്ല തേങ്ങ, നല്ല കട്ടിയുള്ള നല്ല തേങ്ങ കേട്ടോ. പിന്നെന്താ, ഇനി പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ. രാവിലെ തന്നെ ചായ കുടിച്ച് പോയ രംഗങ്ങളാണ് ഈ കാണുന്നത്. പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചായ കുടിച്ചിട്ട് പോകും. എഡിറ്റ് കഴിയുമ്പോൾ തന്നെ ഫ്രഷായി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ചായ കുടിച്ചിട്ട് പോകും. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഒട്ടത്തൊണ്ടൊക്കെ എടുത്ത് ഇവിടെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ചെടികളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ അതങ്ങനെ ഇടണം. പിന്നെന്താ, പിന്നെ ഇന്നിപ്പോൾ കടയിൽ പോകുമ്പോൾ എനിക്ക് വലിയ ടെൻഷൻ ഇല്ലാണ്ട് പോകാം. കാരണം ഇന്നലെ വൈകുന്നേരം ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് ഇവിടെ 2 ടിഫിനിലായിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് കുക്കിങ്ങിനൊന്നും നിൽക്കണ്ട. ഇവിടെ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇത് നമുക്ക് വന്നിട്ടൊന്ന് എയർ ഫ്രയറിൽ വെച്ചൊന്ന് ചൂടാക്കിയാൽ പണി എളുപ്പമായി. ഇതേപോലെ വേറെ ഒരു ടിഫിനും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ചോറിൻ്റെ കാര്യം സെറ്റ്. ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് കഴുകി വെച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിച്ചിട്ട് കടയിൽ പോകാൻ നോക്കട്ടെ. ഇതാണ് കേട്ടോ എൻ്റെ കൊച്ചു ഗാർഡൻ. അപ്പോൾ ഇതിനകത്തുനിന്ന് എത്ര ചെടികളൊക്കെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ കുരങ്ങന്മാർ വന്നു പോകുന്നതിനനുസരിച്ച് നശിപ്പിക്കുന്നതിനനുസരിച്ചിരിക്കും. പിന്നെ മുകളിൽ തിണ്ണാമ ഞാൻ വെച്ചിരിക്കുന്നതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ പ്ലാന്റ്സ് വാങ്ങിച്ച് വെക്കണമെന്നുണ്ട്. റോസൊക്കെ ആണെങ്കിൽ കുരങ്ങന്മാരധികം നശിപ്പിക്കണം കണ്ടിട്ടില്ല. അല്ലാത്ത ചെടികളൊക്കെ അവർ കടയപ്പാടൊക്കെ പറിച്ചു കളയും, ഒടിച്ചിടും, അങ്ങനെയൊക്കെ ചെയ്യും. റോസുമ്മ മുള്ളുള്ളത് കൊണ്ടൊന്നും തോന്നുന്നു അധികം നശിപ്പിക്കാൻ വരാറില്ല. അപ്പം അങ്ങനെ ഞങ്ങളിതാ നഴ്സറിയിലേക്ക് എത്തിയിട്ടോ. ഇവിടെ അടുത്തുള്ളൊരു നഴ്സറിയാണ്, നമ്മൾ മുൻപും വീഡിയോയിലൊക്കെ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളിതാ ചെടികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് സെപ്പറേറ്റും ഔട്ട്ഡോർ പ്ലാന്റ്സ് സെപ്പറേറ്റും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാനെടുക്കാനൊക്കെ എളുപ്പമുണ്ട്. എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ നടന്നിങ്ങനെ നോക്കി കാണണം. ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ പുതിയ ചെടികളൊക്കെ ഇഷ്ടം പോലെ നമുക്കിവിടെ കാണാം. ഇഷ്ടംപോലെ ചെടികളാട്ടോ ഇവിടെ. ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ ഉണ്ട്. എല്ലാം നല്ല
രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. ഈ ഒരു ഏരിയ മൊത്തം ചെറുനാരങ്ങയുടെ തൈകൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ തൈകളാണെങ്കിലും അതുമ്പോൾ നമുക്ക് നാരങ്ങയൊക്കെ കാണാം. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ചെറുനാരങ്ങയല്ല, അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി നടന്നൊക്കെ കണ്ടു കേട്ടോ. ഈ ഒരു ഏരിയ മൊത്തം കുറ്റി റോസ കേട്ടോ. നല്ല ചെറിയ കുറ്റി റോസ, കാണാൻ നല്ല രസമാണ്. പല പല കളർ കേട്ടോ, പിങ്കും റെഡും വൈറ്റും ഒത്തിരി കളേഴ്സ് ഉണ്ട്. വൈറ്റ്, പിങ്ക്, എന്താ കഴിഞ്ഞ വർഷങ്ങൾ വന്നപ്പോൾ യെല്ലോയും ഉണ്ടായിരുന്നു. ഇപ്പോൾ യെല്ലോ കാണുന്നില്ല, ഒട്ട് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ എന്ന് അറിയില്ല. ഇവിടെ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, നല്ല രസമുണ്ട്. ഇനി വേറൊരു ഏരിയ ഉണ്ട് റോസേൻ്റെ, ഇഷ്ടം പോലെ ചെടികളാണ്. അവിടെ ഒരു ചേച്ചി ഇരുന്ന് ചെടികൾക്കൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായി കെയർ ചെയ്ത് നല്ല രസമാണ്. എല്ലാത്തിനും നിറച്ച് മുട്ടുകളാണ്. അവരിങ്ങനെ ടൈലയിൽ കുറേ ഇറക്കി ഇപ്പോൾ കൊണ്ടുവന്ന് വയ്ക്കാൻ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല കളറുകൾ. ആ ചേട്ടൻ്റെ പുറകെ പോയി നോക്കാം, അരിക്ക് കളർ കിട്ടുന്നതോ പറ്റും. ഇവിടെ കുറേ ഡിഫറെൻറ്റ് കളർ റോസുകളുണ്ട്. നമ്മൾ അപ്പുറത്ത് കാണാത്ത കുറേ നല്ല നല്ല കളറുകൾ ഇവിടെ ഉണ്ട്. യെല്ലോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങേയറ്റത്തൊക്കെ യെല്ലോ, ഇവിടെ നോക്കിയാൽ ലൈറ്റ് പിങ്ക്, ഇവിടെ നല്ല ഓറഞ്ച് റോസ്. ഇത് രസമാണ്. ഇതിനൊക്കെ വില എത്രയാണോ അറിയില്ല, എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്, സൂപ്പറാണ്. ഇവിടെ ഒരു ടൈലത്ത് കൊണ്ടുവന്ന് ഇറക്കി വെച്ചേപ്പിക്കും, അടുത്ത ടൈലെത്തി കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ ആകെ കൺഫ്യൂസ്ഡാണ് ഏതിറക്കണ്ടേന്ന്. എല്ലാം കാണാൻ നല്ല ഭംഗി, നല്ല കളർഫുൾ. എടുക്കാം നമുക്ക്. ഓറഞ്ച് വേണമായിരുന്നു. ഓറഞ്ച് അങ്ങ് അവിടെ ഇരിപ്പുണ്ട്. പല പല കളറുകളുണ്ട്. ചെട്ടിമല്ലി തന്നെ ഓറഞ്ചും യെല്ലോയും പിന്നെ മിക്സ് കളറ് പിന്നെ റെഡ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ചെടികൾ ഇങ്ങനെ വിറ്റ് പോകുന്നതിനനുസരിച്ച് വീണ്ടും വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ചെടികൾ, ഇഷ്ടംപോലെ പച്ചക്കറികളുടെ തൈകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ചെടികൾ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ നഴ്സറി എന്നുള്ള ഒരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വണ്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ച കുറച്ച് പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി കിച്ചൺ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോകണം. അപ്പം അങ്ങനെ ഞങ്ങൾ പതിവായിട്ട് വരുന്ന അതേ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും വാങ്ങിക്കാം. കിച്ചൺ ഐറ്റംസ് ആയാലും അതുപോലെ വീട്ടിലേക്ക് വേണ്ട മറ്റ് ഐറ്റംസ് ആയാലും ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങിക്കാം. നമുക്ക് ഡ്രസ്സ് കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വന്നതല്ലേ, എന്നാൽ മാർക്കറ്റ് 99 ഒന്ന് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ആ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ എന്തെടുക്കണ്ടേന്നൊന്നും ഒരു പിടുത്തമില്ല, നമുക്ക് കാണുന്നതെല്ലാം എടുക്കാൻ തോന്നും. അത്ര ഭംഗിയായിട്ടാണ് ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ബൗൾ കണ്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാ. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബൗളാട്ടോ. പക്ഷേ മാർക്കറ്റ് 99 എന്നാണ് പേരെങ്കിലും 99 ഒന്നും അല്ല കേട്ടോ ബൗൾ ഇരിക്കുന്നത്. അത് 600 എബോവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ എടുത്തൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നോക്കി ഇങ്ങനെ വെച്ചു. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു സ്റ്റാൻഡ് കണ്ടു. അപ്പോൾ ഇത് സെക്ഷൻ സ്റ്റാൻഡ് ആട്ടോ, നമുക്കിങ്ങനെ വോളമിക്കായാലും ഇങ്ങനെ പിടിപ്പിച്ച് വെക്കാവുന്ന രീതിയിലത്തെ. അപ്പോൾ അതും ജസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയൊക്കെ വെച്ചു ഞാൻ, കാരണം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് എടുക്കാൻ നിന്നില്ല. പിന്നെ നമ്മളിതാ വേറെ ഐറ്റംസ് ഒക്കെ നോക്കാനായിട്ട് നീങ്ങണം. ഇവിടെ നല്ല രസമുള്ള പ്രിന്റഡ് ബൗൾസ്, പ്രിന്റഡ് കപ്പുകൾ, അതുപോലെ പ്രിന്റഡ് ട്രേ, അങ്ങനത്തെ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ കപ്പും സോസറും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒക്കെ ഇരിപ്പുണ്ട്. എല്ലാം പ്രിന്റഡ് ആണ് ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ഫ്ലവർ വേസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നടന്ന് കണ്ടു കേട്ടോ. ഇവിടുന്ന് ഞാൻ എന്താ ഇങ്ങനെ 2 ബൗൾസ് എടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ കളറിലുള്ള ബൗളും അതുപോലെ തന്നെ ഒരു മജന്ത കളറിലുള്ള ബൗളും എടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിലൊക്കെ എന്തെങ്കിലും ചെറിയ യൂസിനൊക്കെ നമുക്കത് എടുക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇടാവുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടാവുന്ന ചെറിയ ഒരു മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും ഒക്കെ വാങ്ങി അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് നമ്മുടെ 99 ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ അതാ എത്തിയിരിക്കണം കേട്ടോ. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അതാ ചേട്ടന് വേണ്ടി ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അതും ഈ സെയിം മാർക്കറ്റിൽ തന്നെ മുകളിലാണ് കേട്ടോ, ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ. അപ്പോൾ ഇവിടേക്ക് വന്ന് തണുപ്പത്തേക്കൊക്കെ ഇടാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ വിൻ്ററിൽ അവർക്ക് ഹാഫ് കോട്ടൊക്കെ ആയിട്ട് ഇടാവുന്ന അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഷർട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നോക്കാൻ വേണ്ടി അങ്ങനെ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഹാഫ് കോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ ഫുൾ സ്ലീവ് ഷർട്ട് പിന്നെ ഇന്ന് എടുത്തില്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് എടുത്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് താഴേക്ക് പോകുന്നു. അപ്പോൾ പോകുന്നതിന് മുൻപ് ചേട്ടൻ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ, സൈസൊക്കെ കറക്റ്റ് അല്ലേന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ അവിടുത്തെ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ആ ഒരു മാർക്കറ്റിലേക്ക് എത്താനായിട്ട്. We had a good run, don't say we didn't. I was your first love and you were my first one. അങ്ങനെ ഞങ്ങൾ ട്രോളിയൊക്കെ എടുത്ത് നമുക്ക് കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ മാതിരി ഓരോ ആഴ്ചയിലത്തേക്കും വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് നോക്കി സെലക്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കസ്റ്റഡി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്ന. അപ്പോൾ ഇടയ്ക്കിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളുടെയൊക്കെ ആവശ്യം വരുമല്ലോ, ഇടയ്ക്ക് നമ്മൾ വല്ല ബിരിയാണി ഉണ്ടാക്കുമ്പോഴോ പായസം ഉണ്ടാക്കുമ്പോഴൊക്കെ. അപ്പോൾ അതെല്ലാം നമുക്ക് വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവണം. എപ്പോഴും ആവശ്യം വന്നാലും എടുക്കാവുന്ന രീതിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നമ്മുടെ നെയ്യ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഗീ. കാരണം ഇനിയിപ്പോൾ തണുപ്പ് കാലമാണല്ലോ വരുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ ഓയിലിനേക്കാളും അധികമായിട്ട് ചപ്പാത്തിക്ക് അല്ലെങ്കിൽ പൊറോട്ടയ്ക്കൊക്കെ ഞങ്ങൾ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തപ്പോഴുണ്ട് അവിടെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെ കണ്ടു. അപ്പോൾ പ്ലാസ്റ്റിക് ഇങ്ങനത്തെ ബോക്സുകൾ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആണ് എൻ്റെ. അപ്പോൾ അങ്ങനെ 2-3 സെറ്റ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകൾ എടുത്തിട്ടുണ്ട്. എനിക്ക് വളരെ ചീപ്പായിട്ട് തോന്നി. 3 ബോക്സുകൾ 99 റുപ്പീസ് അല്ലെങ്കിൽ 4 ബോക്സ് 99 റുപ്പീസൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്തും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലായാലും എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്തൊക്കെ വയ്ക്കാനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആണല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ഇതാ നമ്മുടെ പനീർ, പാല്, തൈര് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ ഞാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെ എടുത്ത സമയത്ത് തന്നെ സ്റ്റീലിൻ്റെ 2 ടിഫിൻ കണ്ടു കേട്ടോ, ടിഫിൻ ബോക്സുകൾ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഈ 2 എണ്ണം അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങേണ്ട ഒരുവിധ ഐറ്റംസ് എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ ബിൽ പേയ്മെൻറ്റിനായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബിൽ പേയ്മെൻറ്റിന് വരുന്ന സമയത്താണ് ബിസ്ക്കറ്റ് മിക്സർ ഐറ്റംസ് നമ്മുടെ ഈവനിങ് സ്നാക്കുകൾ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ ഓടിപ്പോയി അതും വേണ്ടതെല്ലാം എടുത്ത് അങ്ങനെ പേയ്മെൻറ്റിനൊക്കെ വന്നിപ്പിക്കുന്ന തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ബിൽ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ പുറത്തേക്ക് കടന്നു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം നമ്മൾ വാങ്ങിച്ച പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം എനിക്ക് അത് ചട്ടികളിലൊക്കെ ആക്കി ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒത്തിരി ജോലികളുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് ലഞ്ച് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്യാനായിട്ട്.
അങ്ങനെ വീട്ടിലെത്തി ലഞ്ചെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഡിക്കിയുടെ ഉള്ളിൽ നമ്മൾ വെച്ചിരുന്ന പ്ലാന്റ്സ് എല്ലാം പുറത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോസ് എല്ലാം എനിക്ക് എടുത്തു തരുന്നത് നമ്മുടെ ഫേസ് ട്രാക്കിംഗ് ട്രൈപോഡ് തന്നെയാണ്. അത് നല്ല സൂപ്പർ ഒരു അടിപൊളി ഐറ്റം കേട്ടോ. നമുക്കത് ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫേസ് ട്രാക്കിംഗ് ട്രൈപോഡും മൂവ് ചെയ്തോളും. അപ്പോൾ നമുക്ക് വീഡിയോ അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് സഹായിക്കാൻ ആരുമില്ലെങ്കിലും വീട്ടിൽ ആരും ഇല്ലാത്തൊരു സമയത്താണെങ്കിലും ഫേസ് ട്രാക്കിംഗ് ട്രൈപോഡ് ഓണാക്കി വെച്ച് നമുക്ക് വീഡിയോസൊക്കെ ഭംഗിയായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെടികളെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ ചെടികൾ രണ്ട് സൈഡിലേക്കായിട്ട് സിറ്റ് ഔട്ടിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് കുറേശ്ശേയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തി നീക്കിയൊക്കെ വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ അതിന് വേണ്ട വെള്ളം കാര്യമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഒരു പ്ലാന്റർ സ്റ്റാൻഡ് എനിക്കിങ്ങനെ ഹാങ് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മരത്തിൻ്റെ തട്ടുകൾ കഷ്ണങ്ങൾ ഇങ്ങനെ പെയിൻ്റൊക്കെ കൊടുത്ത് ഇവിടെ ഉണങ്ങാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ കളറിലുള്ള ഒരു പെയിൻ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുകൂടെ തിണ്ണേമ്മ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇഷ്ടംപോലെ ജോലികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജോലികളൊക്കെ തീർത്ത് ഞാൻ ഇനി ഇതാ വീട്ടിലേക്ക് കടക്കണം. ഇനി വൈകുന്നേരത്തെ കുക്കിംഗ് കാര്യങ്ങളിലേക്കൊക്കെ എനിക്ക് കടക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ എന്താ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.